ജൂലൈ 30 രാവിലെ പുലർച്ചെ 3:50 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫോണിൽ എന്നെ വിളിക്കുന്നത്. എന്നെ മാത്രമല്ല, ഈ ഇരിക്കുന്നതിൽ പലരെയും. പുലർച്ചെ 3:50 ഉരുളുപൊട്ടി മിനിറ്റുകൾക്കകം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എഴുന്നേറ്റിരുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൂട്ടിച്ചേർക്കാവുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്തു, ഒപ്പം നിർത്താവുന്ന എല്ലാവരെയും ഒപ്പം നിർത്തി. മനുഷ്യനായി മണ്ണിൽ ജീവിച്ചവൻ്റെ വികാരങ്ങൾ പൂർണ്ണമായി ഇതിനോടൊപ്പം ഉണ്ടായി. ഞങ്ങൾ പറഞ്ഞു, ഈ നഗരത്തിലേക്ക് സംഭാവന ചെയ്ത എല്ലാവരുടെയും പേരുകൾ ഓരോ വീടിൻ്റെയും മുമ്പിൽ പ്രദർശിപ്പിക്കുകയല്ല, ഇവിടെ വയ്ക്കുന്ന ഒരു പുതുശിലയിൽ അവരുടെ എല്ലാം പേരുണ്ടാകും. കാരണം ഓരോന്നും ഓരോ പ്രദേശത്തിനായി വിട്ടുകൊടുക്കാനാകാത്തത് കൊണ്ട് ഈ നഗരം, കേരളത്തിൻ്റെ സ്വന്തമായ നഗരം, അതുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച് ഓരോ ഘട്ടത്തിലും കേരളത്തിൽ കടമേറ്റെടുക്കാൻ കേന്ദ്രം ഗവൺമെൻറ് ഒരു നിയമത്തിലൂടെ അവസരമുണ്ടായിട്ടും ആ നിയമം കേരളത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ സെക്ഷൻ എടുത്തു കളയുന്ന കഠിനമായ നടപടി കേന്ദ്ര ഗവൺമെൻറ് എടുത്തപ്പോൾ ആ ദുരന്തബാധിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെയും കടമേറ്റെടുക്കാൻ ഈ ഗവൺമെൻറ് ചങ്കൂറ്റം കാണിച്ചതുപോലെ ലോകത്തൊരു പുതിയ അനുഭവമായി ദുരന്തബാധിതരായിട്ടുള്ള 126 കട ഉടമകൾക്കും 83 സംരംഭകർക്കും ആവശ്യമായ നഷ്ടപരിഹാരം കൊടുത്തതടക്കം ഈ മണ്ണിലെ ഓരോ പുൽക്കൊടിക്കും അറിയാവുന്ന വിധത്തിൽ ദുരന്ത നിവാരണ പ്രക്രിയയ്ക്ക് കേരളത്തിനാകെ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വിത്തെറിഞ്ഞയാൾ തന്നെ കൊയ്യണം എന്നാണ് പണ്ട് ഒരു പൊതു നിയമം. മുഖ്യമന്ത്രി തന്നെ തറക്കല്ലിട്ടു, മുഖ്യമന്ത്രി തന്നെ ഔപചാരികമായി ഈ വീടുകൾ നാടിന് സമർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഉയരുന്നത് കേരളം മുഖ്യമന്ത്രിയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ യശസ്സല്ല. മൂക്ക് താഴോട്ട് നീണ്ട 3.25 കോടി വരുന്ന മലയാളി ലോകത്തിൻ്റെ മുമ്പിൽ ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ അഭിമാന നിമിഷം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട ആദരണീയനായ ലോക മലയാളത്തിൻ്റെ അഭിമാനമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.